ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുറച്ച് നെമ്മീൻ ചുര കിട്ടിയിട്ടുണ്ട്. നെമ്മീൻ ചുര എങ്ങനെ മുളകിട്ട് വെക്കാമെന്നാണ് ഇന്നത്തെ റെസിപ്പി. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ആവശ്യത്തിന് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു തക്കാളി, ചെറു ചൂടുവെള്ളത്തിൽ പുളി കുതിർക്കാനിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ കുഞ്ഞുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഫസ്റ്റ് മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. നേരത്തെ അരച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. ഒരു തക്കാളി മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയുടെ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കേണ്ടതാണ്. പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കൈയെടുക്കാണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പൊടികൾ മൂത്ത് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിനുള്ള ചേർക്കേണ്ടതാണ്. ഇനി നേരത്തെ ചെറു ചൂടുവെള്ളത്തിൽ കുതിർക്കാനിട്ട പുളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി ഇട്ടതിന് ശേഷം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് മീനുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ട് തിളച്ച് മീനൊക്കെ വെന്ത് വരട്ടെ. ഒരു മൂടി വെച്ച് അടച്ചു വെക്കുന്നുണ്ട്. നെമ്മീൻ ചൂര കിട്ടുമ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഫൈനലായിട്ട് നെമ്മീൻ ചൂര ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുരുമുളക് പൊടിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഓപ്ഷണലാണ്. നെമ്മീൻ ചൂരയൊക്കെ കിട്ടുമ്പോൾ നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഗ്രേവിയൊക്കെ നല്ല കുറുകി വരണം, അതാണ് നല്ല ടേസ്റ്റ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ.